നമസ്കാരം. നടനും തമിഴക വെട്രിക്കഴകം മേധാവിയുമായ വിജയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം വൈ കാറ്റഗറി സുരക്ഷ അനുവദിച്ചു. ഇന്റലിജൻസ് ബ്യൂറോയുടെ ആഭ്യന്തര സുരക്ഷാ ഓഡിറ്റിന് ശേഷമാണ് സുരക്ഷ നൽകിയതെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഫെബ്രുവരി 13 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വൈ സുരക്ഷാ കവറേജ് അനുസരിച്ച് 8 മുതൽ 11 വരെ CRPF ഉദ്യോഗസ്ഥരും 1-2 കമാൻഡോകളും 24 മണിക്കൂറും വിജയ്ക്കൊപ്പം ഉണ്ടായിരിക്കും. കേന്ദ്ര സർക്കാർ നൽകുന്ന XYZ എന്നിങ്ങനെ 4 തരം സുരക്ഷാ പരിരക്ഷകളുണ്ട്. ഇവ ഒരു വ്യക്തിക്ക് അപകട സാധ്യതയുടെ തോത് അടിസ്ഥാനമാക്കിയാണ് അനുവദിക്കുന്നത്. വിജയ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ വൈ സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. വിജയ് പ്രത്യക്ഷപ്പെടുന്ന ഏതൊരു വേദിയിലും വൻ ജനക്കൂട്ടം എത്തുന്നതിനാൽ സുരക്ഷാ സംവിധാനത്തിന്റെ സാന്നിധ്യത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതേസമയം തീരുമാനം BJPയുടെ രാഷ്ട്രീയ നീക്കമാണെന്ന് അണ്ണാ DMK മുതിർന്ന നേതാവ് KP മുനുസ്വാമി ആരോപിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് വിജയ്ക്ക് സുരക്ഷ നൽകുന്നതെന്ന് അറിയില്ല. സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ സുരക്ഷ നൽകുന്നതിൽ തെറ്റില്ല. എന്നാൽ BJPയുടെ ചരിത്രം പരിശോധിച്ചാൽ വിജയിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ വിവരങ്ങൾ നൽകാനുള്ള ദീർഘവീക്ഷണം ഇല്ലാത്തതിന് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ഭരണകക്ഷിയായ DMK സർക്കാരിനെ ചോദ്യം ചെയ്തു. AIADMK BJPയുമായി സഖ്യത്തിലാണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ പ്രതിപക്ഷ നേതാവ് EPSന് കേന്ദ്ര സർക്കാർ CRPF സുരക്ഷ നൽകിയിട്ടുണ്ടെന്ന് അണ്ണാമലൈ പറഞ്ഞു. നിരവധി ഏജൻസികൾ വിജയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സുരക്ഷാ പരിരക്ഷ അനുവദിച്ചതെന്ന് അണ്ണാമലൈ പറഞ്ഞു. അതുപോലെ കേന്ദ്ര സർക്കാർ വിജയ്ക്ക് വൈ സുരക്ഷ നൽകി. വൻ ജനക്കൂട്ടം കാരണം വിജയ്ക്ക് പൊതുജനങ്ങളെ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വിജയ്ക്ക് ഈ സുരക്ഷ നൽകാത്തത്? സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ വലിയ ജനക്കൂട്ടം ഒത്തുചേരുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷ നൽകിയില്ല? തമിഴ്നാട്ടിൽ XYZ കാറ്റഗറി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയ് തന്റെ പാർട്ടിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണ്. മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ശ്രമങ്ങൾക്ക് സമാനമായി സംസ്ഥാന വ്യാപകമായി ഒരു റോഡ് ഷോ നടത്താനും അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട്. കൃത്യമായ തീയതിയും വിശദാംശങ്ങളും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം യാത്ര നടക്കുമെന്നാണ് പ്രതീക്ഷ. വിജയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പ്രാധാന്യം അടിസ്ഥാനമാക്കിയാണ് വൈ കാറ്റഗറി സുരക്ഷ നൽകുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി ഈ സുരക്ഷാ ക്രമീകരണത്തിനായി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമായ പ്രശാന്ത് കിഷോറുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതോടെ വീണ്ടും വിജയുടെ രാഷ്ട്രീയ നീക്കം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം DMK അടക്കമുള്ള പാർട്ടികളും അദ്ദേഹത്തിന്റെ മൗനമായ നീക്കങ്ങളെ പരിശോധിക്കുകയാണ്. തമിഴ് സൂപ്രതാരവും രാഷ്ട്രീയ പാർട്ടി നേതാവുമായ വിജയ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമായ പ്രശാന്ത് കിഷോറുമായി ചെന്നൈയിലെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് തമിഴകത്ത് വലിയ വാർത്തയായത്. വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടി വൃത്തങ്ങൾ കിഷോറിന്റെ സന്ദർശനം പ്രാധാന്യമുള്ളതല്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തലവൻ ആദവ് അർജുന ഇതൊരു സാധാരണ സന്ദർശനമാണെന്ന് വിശേഷിപ്പിച്ചെങ്കിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി TVക്ക് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഊഹിക്കുന്നത്. യോഗത്തിന് മുൻകൈ എടുത്തത് അടുത്തിടെ VCK വിട്ട് വിജയുടെ പാർട്ടിയിലെത്തിയ ആദവ് അർജുനാണ്.